ഇന്ന് നമുക്കൊരു ഓട്സ് ഉപ്പുമാവിന്റെ റെസിപ്പി നോക്കാം അല്ലേ. ദേ നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പം ആവശ്യത്തിനുള്ള കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ. അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സവാള കൂടെ ചേർത്ത് കൊടുക്കാം. അതും ദേ ഇതേപോലെ തന്നെ ചെറുതാക്കിയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ആ സവാളയ്ക്ക് വേണ്ട ഉപ്പും കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് അതൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. വേറെയും വെജിറ്റബിൾസ് ആവശ്യമുള്ളതുപോലെ ചേർക്കാട്ടോ. ഞാനിവിടെ ക്യാരറ്റ് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതൊന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എത്ര വേണോ അതുപോലെ തന്നെ നമുക്ക് ഓട്സ് കൂടെ ചേർത്ത് കൊടുത്ത് ദേ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു മിനിറ്റോളം മിക്സ് ചെയ്താൽ മതിയാവും. അത് കഴിയുമ്പോൾ നമുക്ക് വെള്ളം ചേർക്കണം. സാധാരണ ഉപ്പുമാവിന് ഒഴിക്കുന്നത് പോലെ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട. ദേ ഇതുപോലെ ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുത്താൽ മാത്രം മതി. ഇല്ലെങ്കിൽ ഇത് ചിലപ്പോൾ കുഴഞ്ഞു പോയി എന്ന് വരാം. അത്ര കുഴഞ്ഞു വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി ഒരു 2 മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുത്തതിന് ശേഷം ദേ തുറന്ന് വെച്ച് ഇതുപോലെ ഇളക്കി ഒന്ന് വേവിച്ചുകൂടി എടുത്തിട്ടുണ്ടെങ്കിൽ സാധനം റെഡി. പെട്ടെന്ന് റെഡിയാവും. അല്ലാതെ സാധാ പോലെ ഓട്സ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെയാക്കാം.